നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധിക്ഷേപകരമായ സന്ദേശങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചതിന് ഒരു എംപിക്കെതിരെ കൂടി ലേബർ പാർട്ടി നടപടിയെടുത്തു. ബേഴ്ലി എംപി ഒലിവർ റയാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവുകളെ മാനിക്കണമെന്ന് യുഎസിൽ പുതുതായി ചുമതലയേറ്റ UK അംബാസഡർ ലോർഡ് പീറ്റർ മണ്ടൽസൺ. ട്രംപിന്റെ എല്ലാ അജണ്ടയും UK അംഗീകരിക്കണമെന്നില്ല. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ ബന്ദികളുടെ അടുത്ത ഘട്ട മോചനം മാറ്റിവെക്കുമെന്ന പ്രഖ്യാപനവുമായി ഹമാസ്. വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമെന്ന് ഇസ്രയേൽ. യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനും അലുമിനിയത്തിനും 25% ഇറക്കുമതി നികുതി പ്രഖ്യാപിച്ച് US. താരിഫ് വരുന്നത് മറ്റു രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ച്. പാരീസ് AA ഉച്ചകോടിയിൽ യൂറോപ്പിനെ പുകഴ്ത്തുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ഇമ്മാനുവൽ മാക്രോൺ. AAയ്ക്ക് വേണ്ടി യൂറോപ്പും ഫ്രാൻസും തിരഞ്ഞെടുക്കുക എന്ന് മാക്രോൺ. ഡൽഹി BJP വനിതാ മുഖ്യമന്ത്രിയെ രംഗത്തിറക്കുമെന്ന സൂചന. 2 ദിവസത്തെ സന്ദർശനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ എത്തിയ ശേഷം മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനം. വ്യാഴാഴ്ച UKയിലെത്തുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ OICC സംഘടിപ്പിക്കുന്ന 3 ചടങ്ങുകളിൽ പങ്കെടുക്കും. ഗംഭീര സ്വീകരണമൊരുക്കി OICC. വാർത്തകൾ വിശദമായി. അധിക്ഷേപകരമായ സന്ദേശങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചതിന് ഒരു എംപിക്കെതിരെ കൂടി ലേബർ പാർട്ടി നടപടി സ്വീകരിച്ചു. ബേഴ്ലി എംപി ഒലിവർ റയാനെ സംഭവത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തന്റെ സമൂഹ മാധ്യമത്തിലെ ഇടപെടലിനെക്കുറിച്ച് മാപ്പ് ചോദിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അധിക്ഷേപകരമായ സന്ദേശങ്ങൾ അയച്ചതിന് ഹെൽത്ത് മിനിസ്റ്റർ ആൻഡ്രൂ കിന്നിനെ പുറത്താക്കിയിരുന്നു. മറ്റൊരു എംപിയെയും അധിക്ഷേപകരമായ പരാമർശങ്ങളുടെ പേരിൽ പുറത്താക്കേണ്ടി വന്നതോടെ ലേബർ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാരീസ് AA ഉച്ചകോടിയിൽ യൂറോപ്പിനെ പുകഴ്ത്തുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ഇമ്മാനുവൽ മാക്രോൺ. AAയ്ക്ക് വേണ്ടി യൂറോപ്പും ഫ്രാൻസും തിരഞ്ഞെടുക്കുക എന്നാണ് മാക്രോൺ പറയുന്നത്. പാരീസ് AA ഉച്ചകോടിയിലെ നയതന്ത്ര പ്രഖ്യാപനത്തെ ചൊല്ലി USഉം UKയും കടുത്ത പോരാട്ടം നടത്തുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ യൂറോപ്പിനെയും ഫ്രാൻസിനെയും കൃത്രിമ ബുദ്ധിശക്തികളാക്കി ഇമ്മാനുവൽ മാക്രോൺ വിശേഷിപ്പിച്ചത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നിക്ഷേപകരോടും ടെക് കമ്പനികളോടും AAയ്ക്കായി യൂറോപ്പും ഫ്രാൻസും തിരഞ്ഞെടുക്കുക എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയ BJP വനിതാ മുഖ്യമന്ത്രിയെ രംഗത്തിറക്കുമെന്ന് സൂചന. 2 ദിവസത്തെ സന്ദർശനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ എത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിൽ 2 വനിതകളുടെ പേരുകളാണ് സജീവമായി ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയും ഷാലിമാർ ബാഗിലെ നിയുക്ത MLAയുമായ രേഖ ഗുപ്ത, ഗ്രേറ്റർ കൈലാഷിൽ AAPയുടെ സൗരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയ ഷിഖ റോയ് എന്നിവരുടെ പേരുകളാണ് ചർച്ചകളിൽ ഉയരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവുകളെ മാനിക്കണമെന്ന് USൽ പുതുതായി ചുമതലയേറ്റ UK അംബാസഡർ ലോർഡ് പീറ്റർ മണ്ടൽസൺ. ട്രംപിന്റെ അജണ്ടയുടെ എല്ലാ വിശദാംശങ്ങളോടും UK അംഗീകരിക്കണമെന്നില്ല, എന്നാലും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഉത്തരവുകളെയും മാനിക്കുകയും പൊരുത്തപ്പെടുകയും വേണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റാർമർ സർക്കാരിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നും UKയുടെ സാമ്പത്തിക ഭാവി പ്രധാനമായും USൽ നിന്നുള്ള നിക്ഷേപത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും വാഷിംഗ്ടണിലെ ബ്രിട്ടന്റെ അംബാസഡർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ മാനസികാരോഗ്യ ആശുപത്രികളിൽ ഡിസ്ചാർജ് വൈകാനുള്ള പ്രധാന കാരണം പിന്തുണയുള്ള കുടുംബത്തിന്റെ അഭാവമെന്ന് റിപ്പോർട്ട്. ഈ അഭാവം NHS ശേഷിയെ ബുദ്ധിമുട്ടിച്ചെന്നും ഇതിനായി NHSന് ചെലവായത് 71 മില്യൺ പൗണ്ടാണെന്നും റിപ്പോർട്ടിൽ നിന്നും കണ്ടെത്തി. ഇതിന്റെ ഫലമായി ആശുപത്രിയിൽ കുടുങ്ങിയ ആളുകളുടെ എണ്ണം 2021 മുതൽ 3 ഇരട്ടിയിലധികമായി. 2024 സെപ്റ്റംബറിൽ ഡിസ്ചാർജ് ചെയ്യാൻ യോഗ്യരായ രോഗികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നതോടെ വർധനവ് 17% വർദ്ധിച്ചു. ഇനി ഇന്റർനാഷണൽ ന്യൂസ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ ബന്ദികളുടെ അടുത്ത ഘട്ട മോചനം മാറ്റിവെക്കുമെന്ന പ്രഖ്യാപനവുമായി ഹമാസ്. വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമാണെന്ന് ഈ പ്രഖ്യാപനത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട കൂടുതൽ പാലസ്തീൻ തടവുകാർക്ക് പകരമായി ഗാസയിൽ ബന്ദികളാക്കിയ 3 പേരെ ശനിയാഴ്ച മോചിപ്പിക്കും. ഗാസയിൽ ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചയ്ക്കകം തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കും. ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് ബന്ദികളാക്കിയവരെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇസ്രയേലിന് തിരികെ നൽകിയില്ലെങ്കിൽ കരാർ ലംഘിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ നിന്ന് മാറ്റപ്പെട്ട പാലസ്തീൻ അഭയാർത്ഥികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും സ്വീകരിച്ചില്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കുള്ള സഹായം നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ കാരണം ബന്ദികളെ മോചിപ്പിക്കുന്നത് അനിശ്ചിതമായി വൈകിപ്പിക്കുകയാണെന്ന് ഹമാസ് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. ഗ്രീക്കിലെ സാന്റോറിനിയിൽ ഭൂകമ്പം അനുഭവപ്പെട്ടു. തിങ്കളാഴ്ച വൈകുന്നേരം ഏതൻസിലാണ് റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയത്. ഈ പ്രദേശത്ത് സമീപകാലത്ത് അനുഭവപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പമാണിത്. ആളപായമില്ല. ഞായറാഴ്ച വൈകുന്നേരം ദ്വീപുകൾക്കിടയിൽ 5.0 തീവ്രതയിൽ ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു.
ഭൂചലനത്തെ തുടർന്ന് അയൽദ്വീപായ അമോർഗോസിലെ നിവാസികൾ അതീവ ജാഗ്രതയിലാണ്. യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനും അലുമിനിയത്തിനും 25% ഇറക്കുമതി നികുതി പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയിലെയും മറ്റു രാജ്യങ്ങളിലെയും നേതാക്കളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് താരിഫുകൾ വരുന്നത്. ഇറക്കുമതിയെ ആശ്രയിക്കുന്ന യുഎസ് ബിസിനസ്സുകൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ ഈ നീക്കം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നും രാജ്യത്തെ സമ്പന്നമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയെ പ്ലാസ്റ്റിക് സ്ട്രോയിലേക്ക് മാറ്റാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പേപ്പർ സ്ട്രോകളെ നിർത്തലാക്കിക്കൊണ്ടാണ് പ്ലാസ്റ്റിക് സ്ട്രോകൾ വീണ്ടും കൊണ്ടുവരുന്നത്. പേപ്പർ സ്ട്രോകൾ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും അതിനാലാണ് നിരോധിക്കപ്പെടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. 2024 യുഎസ് ഗവൺമെന്റ് പ്ലാസ്റ്റിക് സ്ട്രോകളും പ്ലാസ്റ്റിക് കട്ട്ലറികളും പാക്കേജിംഗും വാങ്ങുന്നത് ക്രമേണ അവസാനിപ്പിക്കാൻ ബൈഡൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെ റദ്ദാക്കിയാണ് ട്രംപിന്റെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ, തുബാസ് എന്നീ പട്ടണങ്ങളിൽ പാലസ്തീൻകാരുടെ കൂടുതൽ വീടുകളും കെട്ടിടങ്ങളും ഇസ്രയേൽ സൈന്യം ഇടിച്ചു നിരത്തി. കിഴക്കൻ ജെറൂസലിൽ ദീർഘകാലമായി പാലസ്തീൻ ഉടമസ്ഥതയിലുള്ള പ്രശസ്തമായ ബുക്ക് ഷോപ്പിൽ റെയ്ഡ് നടത്തിയ ഇസ്രയേൽ പോലീസ് ഉടമകളായ അഹമ്മദ്, മംഹൂദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകങ്ങൾ വിറ്റെന്നാരോപിച്ചായിരുന്നു നടപടി. വാഷിംഗ്ടണിലെ ജോൺ എഫ് കെന്നഡി സെന്റർ ഫോർ ദി പെർഫോമിംഗ് ആർട്സിന്റെ ഇടക്കാല എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ദീർഘകാല വിദേശനയ ഉപദേഷ്ടാവായി റിക് ഗ്രെനറിനെ ട്രംപ് നിയമിച്ചു. ട്രംപിന്റെ അമേരിക്ക ആദ്യം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രമുഖ വക്താവായിരുന്നു ഗ്രെനൽ. അമേരിക്കൻ കലയുടെയും സംസ്കാരത്തിനും റിക് മേൽനോട്ടം വഹിക്കും. ഇനി ട്രാക്ക് ഷോകളോ മറ്റ് അമേരിക്കൻ വിരുദ്ധ പ്രചാരണങ്ങളോ ഇല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ജോ ബൈഡൻ പ്രസിഡന്റായിരിക്കെ അംഗീകരിച്ച ആയുധങ്ങൾ ഇപ്പോഴും ഉക്രൈനിലേക്ക് ഒഴുകുന്നുണ്ടെന്ന് കീത്ത് കെല്ലോഗ്. മോസ്കോയുമായുള്ള സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ബൈഡൻ ഭരണകൂടത്തിലെന്ന പോലെ ഉക്രൈനായി കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ യൂറോപ്യൻ സഖ്യകക്ഷികളെ പ്രേരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നു. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിൽ ഈ ആഴ്ച യൂറോപ്യൻ സഖ്യകക്ഷികളുമായി കെല്ലോഗ് ചർച്ച ചെയ്യും. പഞ്ചാബിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രവചിച്ച് മുതിർന്ന കോൺഗ്രസ് എം പി സുഖ്ജീന്ദർ സിംഗ് രണ്ടാവ. ഡൽഹി അസംബ്ലി തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പഞ്ചാബി ആം ആദ്മി എംഎൽഎമാരുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാവയുടെ പരാമർശം. എപിയിൽ നിന്നും കൂടുതൽ എംഎൽഎമാർ രാജിവെക്കുമെന്നും സംസ്ഥാനത്ത് ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുമാണ് പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി DMKയെ BJP സഖ്യത്തിലേക്ക് ക്ഷണിച്ചിരുന്നെന്ന് പാർട്ടി ഖജാൻജിയും എംപിയുമായ TR ബാലുവിന്റെ വെളിപ്പെടുത്തൽ. NDAയിൽ ചേർന്നാണ് തമിഴ്നാടിന് കേന്ദ്രവിഹിതം കിട്ടുന്നത് എളുപ്പമാകുമെന്ന് മോദി സൂചിപ്പിച്ചെന്നും ബാലു പറഞ്ഞു. എന്നാൽ ഹിന്ദി അറിയാത്ത ബാലു പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിച്ചതാവും എന്നാണ് തമിഴ്നാട് BJP പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ തമിഴ്നാടിന് കിട്ടേണ്ട വിഹിതം കേന്ദ്ര സർക്കാർ മറ്റു സംസ്ഥാനങ്ങൾക്ക് വകമാറ്റി നൽകിയതായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കുറ്റപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ബാലുവിന്റെ വെളിപ്പെടുത്തൽ. ഇനി കേരള ഹൈലൈറ്റ്സ്. KV അബ്ദുൾ ഖാദറിനെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കുന്നംകുളത്ത് നടക്കുന്ന സമ്മേളനമാണ് സ്ഥാനം ഒഴിഞ്ഞ MM വർഗീസിന് പകരം പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. 3 തവണ ഗുരുവായൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച KV അബ്ദുൾ ഖാദർ നിലവിൽ LDF ജില്ലാ കൺവീനറും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ്. പാതവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത 34 കേസുകൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം DYSPമാരുടെ നേതൃത്വത്തിൽ 11 സംഘങ്ങളായാണ് അന്വേഷിക്കുന്നത്. ഈ കേസുകളിൽ ആകെ ഉൾപ്പെടുക ഏകദേശം 37 കോടി രൂപയാണ്. പാർട്ടികൾക്കും വ്യക്തികൾക്കുമുള്ള സംഭാവന തൽക്കാലം അന്വേഷിക്കേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച നിർദ്ദേശം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാല യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. കാലാനുസൃതമായി പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വകാര്യ സർവകലാശാലയുമായി മുന്നോട്ട് പോയേ പറ്റൂ. മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി സാമൂഹ്യ നിയന്ത്രണമുള്ള ഒന്നാവും കേരളത്തിലെ സ്വകാര്യ സർവകലാശാലയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൊക്കൈൻ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 5 പ്രതികളെ വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കൊക്കൈൻ ലഹരി കേസാണിത്. വ്യാഴാഴ്ച UK-യിലെത്തുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ OICC സംഘടിപ്പിക്കുന്ന 3 ചടങ്ങുകളിൽ പങ്കെടുക്കും. ഗംഭീര സ്വീകരണമാണ് രാഹുലിനായി OICC ഒരുക്കിയിരിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് 3 പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച UK-യിലെത്തുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കവൻട്രിയിലെ ടിഫിൻ ബോക്സ് റെസ്റ്റോറന്റിൽ വെച്ച് വൈകിട്ട് 7 മണിക്ക് സംഘടിപ്പിക്കുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റിൽ പങ്കെടുക്കും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 107.51 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.01 രൂപ, ഒരു യൂറോ 89.63 രൂപ, ഒരു പൗണ്ട് 1.24 US ഡോളർ. ഇനി സ്പോർട്സ്. പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ഫുട്ബോൾ ക്ലബ് അൽ നസറിൽ തുടർന്നേക്കും.
1 വർഷത്തേക്ക് കൂടി അൽ നസറുമായുള്ള കരാർ ക്രിസ്ത്യാനോ പുതുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2023 ജനുവരിയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് സൗദി പ്രോ ലീഗ് ക്ലബ് അൽ നസറിലെത്തിയത്. 1749 കോടി രൂപയാണ് സൂപ്പർ താരത്തിന്റെ വാർഷിക പ്രതിഫലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധിക്ഷേപകരമായ സന്ദേശങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചതിന് ഒരു MPക്കെതിരെ കൂടി ലേബർ പാർട്ടി നടപടിയെടുത്തു. ബേർലി MP ഒലിവർ റയാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവുകളെ മാനിക്കണമെന്ന് US-ൽ പുതുതായി ചുമതലയേറ്റ UK അംബാസഡർ ലോർഡ് പീറ്റർ മണ്ടൽസൺ. ട്രംപിന്റെ എല്ലാ അജണ്ടയും UK അംഗീകരിക്കണമെന്നില്ല. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ ബന്ദികളുടെ അടുത്ത ഘട്ട മോചനം മാറ്റിവെക്കുമെന്ന പ്രഖ്യാപനവുമായി ഹമാസ്. വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമെന്ന് ഇസ്രയേൽ. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനും അലുമിനിയത്തിനും 25% ഇറക്കുമതി നികുതി പ്രഖ്യാപിച്ച് US. താരിഫ് വരുന്നത് മറ്റു രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ച്. പാരീസ് AA ഉച്ചകോടിയിൽ യൂറോപ്പിനെ പുകഴ്ത്തുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ഇമ്മാനുവൽ മാക്രോൺ. AAയ്ക്ക് വേണ്ടി യൂറോപ്പും ഫ്രാൻസും തിരഞ്ഞെടുക്കുക എന്ന് മാക്രോൺ. ഡൽഹി BJP വനിതാ മുഖ്യമന്ത്രിയെ രംഗത്തിറക്കുമെന്ന സൂചന. 2 ദിവസത്തെ സന്ദർശനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ എത്തിയ ശേഷം മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനം. വ്യാഴാഴ്ച UK-യിലെത്തുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ OICC സംഘടിപ്പിക്കുന്ന 3 ചടങ്ങുകളിൽ പങ്കെടുക്കും. ഗംഭീര സ്വീകരണമൊരുക്കി OICC. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.